എന്റെ ചോദ്യം, ആ അപകട സമയത്തിൽ ആ വിളിച്ച ആൾക്ക് ഇപ്പോ നേരത്തെ പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞു അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടെ മരിക്കാൻ തൗഫീക്ക് തരണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ നമുക്ക് ഭാഗ്യം വേണമെന്ന്. അത് എല്ലാ മുസ്ലിമീങ്ങളെയും അത് തന്നെയാണ് ഷഹാദത്ത് കലിമ. ആ പറഞ്ഞിട്ട് എന്തായാലും അപകടം സംഭവിച്ച ആ സുഹൃത്തിനെ ഹോബിയായിട്ട് വന്നതാണ് മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ എന്ന് വിളിച്ചിട്ട്. ഈ സഹോദരന് അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ എന്ന് വിളിച്ചു, ആ സമയത്ത് മരിച്ചു. ആ സഹോദരന് ഷഹാദത്ത് കലിമ ആയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം ഇൻഷാ അല്ലാഹ്. ചോദ്യം അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ നേരത്ത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുള്ള പ്രശ്നം അതല്ല സുഹൃത്ത് ഉദ്ദേശിച്ചത്. അവസാനത്തെ വാചകം മുഹിയുദ്ദീൻ ശൈഖ് ആവൂലേ എന്നാണ് ഞാൻ പറയുന്നു. മുഹിയുദ്ദീൻ ശൈഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ശൈഖ് എന്ന് വിളിക്കുന്ന മുഅ്മിനിന്റെ അടുത്ത് മുഹിയുദ്ദീൻ ശൈഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയുദ്ദീൻ ശൈഖിന്റെ കഴിവുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട. മുഹിയുദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകൂല. ആ മുഹിയുദ്ദീൻ ശൈഖിന്റെ കാവൽ അപ്പ കിട്ടും. ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും. അതുകൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ് ഇതിന്റെ മറുപടി. ഇതിന്റെ ഗൗരവാവസ്ഥ എന്താണെന്നറിയോ? മരിക്കണ സമയത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവനും നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേന്ന് വിളിച്ച് അവരിൽ നിന്നും കാശ് പിണങ്ങിയ മുസ്ലിയാക്കന്മാര് മരിക്കാൻ നേരത്ത് പോലും ജനങ്ങളെ വെറുതെ വിടൂല. അവർ ഈമാൻ കെട്ടി മരിക്കട്ടെ എന്ന് പോലും വിശ്വസിക്കൂല. അവരെ കൊണ്ട് പറയിപ്പിക്കുക. മരിക്കണ സമയത്ത് മുഹീദ്ദീൻ ശൈഖെ വിളിച്ചാല് മുഹീദ്ദീൻ ശൈഖ് വന്നിട്ട് കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊടുക്കും. എന്നാ പിന്നെ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കണ എന്താ? അവന്റെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്താൽ പോരെ. ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറഞ്ഞു കൊടുത്താൽ പോരെ. ഹദീസ് നേർക്ക് നേരെ സ്വീകരിച്ചാൽ പോരെ. എന്തിനാ വളഞ്ഞ ബുദ്ധി? വളഞ്ഞ വെള്ളം കുടിക്കുന്നവർക്കൊക്കെ വളഞ്ഞ ബുദ്ധി ഉണ്ടാകും, അത് ഉറപ്പാ. അതാണ് ഇവിടെ കണ്ടത്. മരിക്കാൻ കിടക്കണ മനുഷ്യനെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും പറയാൻ സമ്മതിക്കാത്ത മുസ്ലിയാർ കൂട്ടമേ, ആഹിസലി കൂട്ടമേ, നിങ്ങൾ ഈ സമുദായത്തിന് ഭാരം തന്നെയാണ്. ഈ സമുദായത്തിന്റെ ഈമാൻ ചൂഷണം ചെയ്യാൻ വന്ന, മുസ്ലിമായി മരിക്കാൻ പോലും ഒരാൾക്കും സമ്മതം കൊടുക്കാത്ത, അനുവാദം കൊടുക്കാത്ത മുസ്ലിമിന്റെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ശൈഖിനും ബദരീങ്ങൾക്കും സ്ഥാനമുണ്ടാക്കി കൊടുത്ത് കലിമത്ത് തൗഹീദിനെ മറപ്പിച്ച് കളഞ്ഞ പ്രിയപ്പെട്ട ഹസനി കൂട്ടമേ, നിങ്ങൾ ഈ സമുദായത്തിന്റെ പിരടിയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന വിഴിപ്പാണ്, ഭാണ്ഡമാണ്. നിങ്ങൾ ഇറങ്ങിപ്പോകണം. നിങ്ങൾ തിരുത്താൻ തയ്യാറാകണം. നിങ്ങൾ തിരുത്താൻ തയ്യാറായില്ല എങ്കിൽ ഈ സമുദായം നിങ്ങളെ കൊണ്ട് തിരുത്തിക്കും. ആ കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് പകരം മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ മതി. മുഹീദ്ദീൻ ശൈഖ് ഒന്ന് രക്ഷിക്കും. അഹ്സനിക്ക് മുമ്പ് വേറെ ആരും ഈ വാദം പറഞ്ഞിട്ടില്ല. അതാണ് അഹ്സനിക്ക് മുമ്പ് മറ്റാരും പറയാത്തൊരു പുതിയ വാദം. AP ഔക്രൂലിയാർ പോലും ഈ വാദം കേട്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടാവും, ഇല്ലേ? അദ്ദേഹം പോലും ഞെട്ടിപ്പോയിട്ടുണ്ടാകും. ഇതെന്തൊരു വാദ! ഇങ്ങനെ പുതിയ പുതിയ വാദങ്ങൾ ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഇനിയാണ് നിങ്ങൾ ഗൗരവം മനസ്സിലാക്കേണ്ടത്. ഇത് പറഞ്ഞു ബാംഗ്ലൂർ മുഖാമുഖം കഴിഞ്ഞിട്ട് കാലം കുറച്ചായല്ലോ. ഇത് വേദികൾ മുഴുവൻ പറയാൻ തുടങ്ങി. അപ്പൊ മൂപ്പര് അഡ്വാൻസ് ആയിട്ട് വന്ന് പറഞ്ഞു, ഇനി ആ CD ഇവിടെ ഇടാൻ പാടില്ല, ക്ലിപ്പ് ഇടാൻ പാടില്ല എന്ന്. അത് അയസനി ഞാനും പണ്ട് മുസ്ലിയാരായിരുന്നു, മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയാം. എന്താ ഇനി പറയാനിരിക്കുന്ന കാര്യം കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് മൂപ്പര് മുൻകൂർ ജാമ്യം എടുത്തത്. ഇപ്പൊ ഈ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനം വേദികൾ കെട്ടിക്കൊണ്ട് വ്യക്തമാക്കി പറഞ്ഞപ്പോ തിരുത്താണ്ട് തരവില്ല. അയസനി